ഇപ്പോൾ ചൂട് സമയമാണ്. ഈ ചൂട് സമയത്ത് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാകില്ല. ഈ ചൂട് സമയത്ത് നമ്മുടെ ക്ഷീണവും ദാഹവുമെല്ലാം മാറ്റാൻ പറ്റിയ 3 ഹെൽത്തി ഡ്രിങ്ക്സുകളാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് എൻ്റെ വീട്ടിൽ തന്നെ വിളഞ്ഞ ജാമ്പയ്ക്കയാണ്. ഇപ്പോൾ ജാമ്പയ്ക്ക സീസണാണ്. എവിടെ നോക്കിയാലും ജാമ്പയ്ക്കയാണ്. നമുക്ക് ഈ ജാമ്പയ്ക്ക വെച്ചിട്ട് ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയ ബോംബ് സോഡ തയ്യാറാക്കാം. ഈ ജാമ്പയ്ക്ക കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതുപോലെ 2 കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടി ബീട്രൂട്ടാണ് സാധാരണ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ബീട്രൂട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തണ്ണിമത്തങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തണ്ണിമത്തങ്ങ ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. തണ്ണിമത്തങ്ങയുടെ പീസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ നീരിൽ ഉപ്പ് കൂടി ചേർത്തെടുക്കാം. നാരങ്ങ നീരിൽ ഉപ്പ് ചേർത്തത് ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നല്ല തണുത്ത സോഡ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് നമുക്കിതുപോലെ ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോഡ ആയതുകൊണ്ട് ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂട് സമയത്ത് ഇതുപോലെ ഒരു തണുത്ത സോഡ നിങ്ങൾ തയ്യാറാക്കി കുടിച്ചു നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റി മാത്രമല്ല, ഇത് ഹെൽത്തിയാണ്. ജാമ്പയ്ക്കയുടെയും തണ്ണിമത്തങ്ങയുടെയും അതുപോലെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എരിവും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റിയാണ്. ക്ഷീണം മാറാൻ മാത്രമല്ല, നമ്മുടെ ദാഹവും ക്ഷീണവും എല്ലാം ഈ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ മാറും. അത്രയും രുചികരമാണ്. ഈ വേനൽ ചൂടിലെ ക്ഷീണവും ദാഹവും എല്ലാം മാറ്റാൻ പറ്റിയ 2 അടിപൊളി ഡ്രിങ്ക്സ് കൂടി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പച്ചമാങ്ങ എടുക്കാം. ഒരു പച്ചമാങ്ങ ഇതുപോലെ തൊലിയൊക്കെ ചെത്തി കഷ്ണമാക്കി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അല്പം വിളഞ്ഞതാണ്, അതാണ് കളർ മാറിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് വേണവർക്ക് ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കുന്നെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ പഞ്ചസാര ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും മാങ്ങയും ഷുഗറും ഇത് 3 കൂടി ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആട്ടിയെടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വിളഞ്ഞ മാങ്ങ വെച്ചിട്ടും പച്ച മാങ്ങ വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം. വളരെ രുചികരമാണ്. എനിക്കും വീട്ടിലെല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. അത് നല്ലതുപോലെ ജ്യൂസായിട്ടുണ്ട്. ഇത് അരിക്കുകയൊന്നും വേണ്ട. നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഐസ് ക്യൂബ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ പഞ്ചസാര ചേർത്താണ് ഈ ജ്യൂസ് തയ്യാറാക്കിയത്. ഉപ്പ് ചേർത്ത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇതുപോലെ മാങ്ങാ ജ്യൂസ് തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി ഒന്ന് കുടിച്ചു നോക്കണം. ഇനി അടുത്ത ഹെൽത്തി ഡ്രിങ്ക്സ് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് അരച്ചത്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ തൈരും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ മിക്സി ഒന്ന് അടിച്ചെടുക്കണം. തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഐസ് ക്യൂബ് വേണമെന്നുള്ളവർക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ലിറ്റർ തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള മോരുവെള്ളം ഇവിടെ തയ്യാറായി. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാകില്ല. ചൂട്, ദാഹവും ക്ഷീണവും എല്ലാം മാറ്റാൻ ഇതുപോലെ മോരുവെള്ളം, മാങ്ങ ജ്യൂസ്, പച്ചമാങ്ങ ജ്യൂസ്, മോരുവെള്ളം, ജാമ്പയ്ക്ക ജ്യൂസ് ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി കുടിക്കാം. വളരെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം.
കൂടാതെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ ചൂട് സമയത്ത് ചൂടിനെ പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും എല്ലാം മാറ്റി നമുക്ക് നല്ല ഉന്മേഷവും എനർജിയൊക്കെ കിട്ടാൻ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, നാച്ചുറലായിട്ടുള്ള ഡ്രിങ്ക്സുകളാണ് ഇതെല്ലാം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കുടിക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.